ഇന്നൊരു അയലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിൽ നിന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഉള്ളി വഴറ്റിയ ആ എണ്ണയിലേക്ക് തന്നെ ഒരു തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം. തക്കാളിപ്പഴവും എടുത്ത് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഉള്ളിയും തക്കാളിയും കൂടെ അരച്ചെടുക്കാം. ഇനി ഉള്ളിയും തക്കാളിയും വഴറ്റിയ എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ഇട്ട് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ 3-4 വെളുത്തുള്ളി അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കീറിയത്. ഇത് അല്പം ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തു കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പൊടി കട്ട പിടിച്ച് കിടക്കാൻ പാടില്ല. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഈ അരപ്പ് നന്നായി തിളച്ച് എണ്ണമയം തെളിഞ്ഞ് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നേരത്തെ അരച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളിയും ചുവന്നുള്ളിയും ചേർന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും ചേർന്ന പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് മീൻകറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറി നന്നായിട്ട് കുറുകിയിരിക്കണം, അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കിലോ അയലയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അയല കഷ്ണങ്ങൾ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ച് ഒരു 8 മിനിറ്റ് വേവിച്ചെടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് തവി കൊണ്ടിട്ട് ഇളക്കാൻ പാടില്ല. മീനെല്ലാം പൊടിഞ്ഞു പോവും, അതുകൊണ്ടാണ്. മീനിൻ്റെ 2-3 മുട്ട ഉണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കറി ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുകളിലൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
മുകളിലൂടെ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കഴിയുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ട് ചട്ടിയോട് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. സ്പൂണ് കൊണ്ടോ തവി കൊണ്ടോ ഇട്ട് ഇളക്കരുത്. വളരെ ടേസ്റ്റിയായ അയലക്കറി തയ്യാറായിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം കറി സെർവ് ചെയ്യുവാൻ. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും.